ഒരു കാലത്ത് അണ്ണൻ തമ്പിയായിരുന്നവർ ഇന്ന് എതിരാളികളാണ്. രാഷ്ട്രീയ എതിരാളികൾ, പരസ്പരം മുഖത്തോട് മുഖം പോലും നോക്കാത്ത എതിരാളികൾ. TVK എന്ന പാർട്ടിയുമായിട്ട് വിജയ് തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ അതിലാദ്യം പിന്തുണച്ച വ്യക്തി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് രണ്ട് പക്ഷത്ത് മുഖാമുഖം എതിർചേരിയിൽ നിൽക്കുന്നു. വിജയ് തരംഗത്തിൽ സാക്ഷാൽ സ്റ്റാലിൻ വരെ വീണപ്പോൾ പിടിച്ചു നിന്ന ഉദയനിധി സ്റ്റാലിൻ ഇന്ന് എതിർകക്ഷിയിലെ പ്രധാന മുഖമായി നിൽക്കുമ്പോൾ ഭരണകക്ഷിയിലെ പ്രധാന മുഖമായി വിജയ് നിൽക്കുകയാണ്. തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഉദയനിധി സ്റ്റാലിനോട് ഇപ്പോൾ ചോദിച്ചാൽ പോലും അദ്ദേഹം പറയും അത് ഗില്ലിയാണെന്ന്. അതെ, തൃശയും വിജയും പ്രധാന വേഷങ്ങളിലെത്തി 2004 റിലീസ് ചെയ്ത സിനിമ. അതാണ് ഉദയനിധി സ്റ്റാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ. എന്തിനേറെ പറയണം, ഉദയനിധി സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, വിജയും സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ. റെഡ് ജോയിന്റ് മൂവീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം പോലും വിജയ് ചിത്രമാണ്. 2008 റിലീസ് ചെയ്ത കുരുവിയാണ് ഉദയനിധി സ്റ്റാലിന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ജോയിന്റ് മൂവീസ് ആദ്യമായി നിർമ്മിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ ബദ്ധശത്രുക്കളായി നിൽക്കുന്ന സമയത്ത് പോലും റെഡ് ജോയിന്റ് മൂവീസും വിജയും തമ്മിൽ കൈകോർത്തിട്ടുണ്ട്. ഗോട്ട്, ലിയോ തുടങ്ങിയ സിനിമകൾക്കൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് റെഡ് ജോയിന്റ് മൂവീസ് ആണ്. അപ്പോഴും റെഡ് ജോയിന്റ് വിശ്വസിച്ചത് വിജയ് പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടു നിൽക്കില്ല എന്നുള്ളതാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി, കാലം അങ്ങ് തെറ്റി. 2024 ഫെബ്രുവരി 2 തുടങ്ങിയ ആ പാർട്ടി 2026 DMK തന്നെ താഴേക്കിറക്കുന്ന രീതിയിലേക്ക് വളർന്ന് പന്തലിക്കുമെന്ന് ഉദയനിധി സ്റ്റാലിൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ ഉദയനിധിയുടെ പിറന്നാളിന് വിജയ് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജുകൾ അയക്കുമായിരുന്നു. ഉദയനിധി ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മെസ്സേജുകളും വിജയുടെ ആ ബർത്ത്ഡേ മെസ്സേജിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു അണ്ണ എന്നായിരിക്കും തിരിച്ച് ഉദയനിധി നൽകുന്ന മറുപടി. ഇന്നാവട്ടെ പരസ്പരം മുഖത്ത് പോലും നോക്കില്ല. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയ്ക്കകത്ത് കയറിയതിനു ശേഷം ഉദയനിധി സ്റ്റാലിൻ ഒരു തവണ പോലും വിജയുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. തിരിച്ച് വിജയും എതിർകക്ഷിയുടെ തലവനായ ഉദയനിധി സ്റ്റാലിന്റെ മുഖത്ത് നോക്കിയില്ല. ഉദയനിധി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു വരുന്ന സമയത്ത് വിജയുടെ മുഖത്ത് നോക്കുകയോ വണങ്ങുകയോ ചെയ്തില്ല. മറുപക്ഷത്ത് എടപ്പാടി പളനിസ്വാമിയും O പന്നീർസെൽവവും ഉൾപ്പെടെ വിജയെ നോക്കി കൈകൂപ്പുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഉദയനിധി സ്റ്റാലിൻ നടന്നു വന്ന് പ്രസംഗിച്ചപ്പോഴും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഒക്കെ തന്നെ വിജയെ നോക്കുന്നുമില്ലായിരുന്നു, വണങ്ങുന്നുമില്ലായിരുന്നു. തിരിച്ച് അതേപടി പോയി. അത്രമാത്രം അണ്ണൻ തമ്പിയായിരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ രാഷ്ട്രീയം കാരണം എതിർചേരിയലായി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കൂടി കാണേണ്ടി വരുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയം ഉണ്ടാക്കി വെക്കുന്ന മാറ്റങ്ങളും സംഭവിക്കുന്നത്. വിജയുടെ സിനിമയിലെ തുടക്കകാലത്തിൽ പ്രത്യേകിച്ച് ഉദയനിധിയും വളരെയധികം കഷ്ടപ്പെട്ട സിനിമയിലേക്ക് വന്നതാണ്. ഉദയനിധി ആവട്ടെ സിനിമാ കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും ഉദയനിധിയുടെ സിനിമകളൊന്നും ഹിറ്റ് ആവുന്നില്ലാത്തൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഉദയനിധി നായകനായി വന്നു കഴിഞ്ഞാൽ അത് വലിയ ഹിറ്റ് ആകും എന്നുള്ളൊരു ധാരണയൊന്നും തമിഴ്നാട്ടിൽ ജനതയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്യൂവലായി നിന്നിരുന്നത് വിജയുടെ മെസ്സേജുകളും വിജയുടെ മോട്ടിവേഷനുമാണ്. നിനക്ക് സിനിമയിൽ പിടിച്ചു വയ്ക്കാൻ കഴിയും, നിനക്ക് സിനിമയിൽ ഒരു വലിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്നൊക്കെ വിജയ് പറഞ്ഞിരുന്നതായിട്ടും ഉദയനിധി പറയുന്നുണ്ട്. അങ്ങനെ അത്രമാത്രം ക്ലോസ് ആയിരുന്ന ആളുകളാണ് ഇരുവരും. എന്തിനാണ് പറയണം, TVK ഉണ്ടാക്കിയപ്പോൾ പോലും പല രീതിയിൽ നിന്നുള്ള എതിർപ്പുകൾ തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും വിജയ്ക്ക് കൂടെ നിന്നത് ഉദയനിധിയാണ്. പക്ഷെ വിജയ് ആവട്ടെ ഉദയനിധിക്കെതിരെ സംസാരിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ TVKയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്ന അതേ ഉദയനിധി പിന്നീട് വിജയ്ക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോഴും വിജയുടെ ഫോക്കസ് ഉദയനിധിക്കല്ലായിരുന്നു, ഉദയനിധിയുടെ അപ്പനായ സ്റ്റാലിന് മേലെയായിരുന്നു. വിജയ് അപ്പോഴും സ്റ്റാലിൻ അങ്കിൾ എന്ന് പറഞ്ഞാണ് സൂചിപ്പിച്ചത്. ഉദയനിധിക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അണ്ണൻ പാസം ഇപ്പോഴും വിജയ്ക്കുള്ളിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഉദയനിധിക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. ഓണറബിൾ CM ആയ ശ്രീ ജോസഫ് വിജയ് സ്റ്റാലിനെ പോയി കാണുക, സ്റ്റാലിനെ ഗ്രീറ്റ് ചെയ്യുക, സ്റ്റാലിനെ പൊന്നാട അണിയിക്കുക, ഉദയനിധി സ്റ്റാലിനെ കണ്ടതും കെട്ടിപ്പിടിക്കുക. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഒരു 50 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇപ്പോഴത്തെ CM മുന്നത്തെ CMനെ പോയി കാണുന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടി സൃഷ്ടിച്ചിരുന്നു ശ്രീ ജോസഫ് വിജയ്. തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടി ഇവിടെ നിലനിൽക്കാൻ വേണ്ടി തന്നെ വന്നതാണ് എന്നതും കൂടി ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് വേണം തന്നെ പറയാൻ. ഒരുപക്ഷെ വിജയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. വേണമെങ്കിൽ പോയി കണ്ടാൽ മാത്രം മതിയായിരുന്ന ഒരു കാര്യം, ഒരു കീഴ്വഴക്കവും അല്ലാതിരിക്കുന്ന കാര്യം. വിജയ് അത് കൊണ്ടുവന്നത് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. സ്റ്റാലിന്റെ ഗൈഡൻസ് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നതും കൂടി വിജയ് പറയുന്നുണ്ട്. സ്റ്റാലിനും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓണറബിൾ CM വിജയ് കാണാൻ വേണ്ടി എത്തിയെന്നും തുടർന്ന് അങ്ങോട്ട് തന്റെ ഉപദേശങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് സ്റ്റാലിൻ പറയുമ്പോൾ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി വെക്കാൻ ശ്രമിക്കുന്ന വിജയെ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു രാഷ്ട്രീയ തന്ത്രമെന്നോ ഒന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു മാനുഷികമായ പരിഗണന എന്ന് മാത്രം കണ്ടാൽ മതി. പക്ഷെ വിജയുടെ ആ നീക്കം പലരെയും ഞെട്ടിച്ചു. ഉദയനിധി കെട്ടിപ്പിടിച്ചപ്പോൾ പോലും രണ്ടുപേരും സന്തോഷത്തോടു കൂടിയാണ് കെട്ടിപ്പിടിച്ചത്. രാഷ്ട്രീയ ചേരികളൊക്കെ തന്നെ മാറി രണ്ട് സഹോദരങ്ങൾ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയിലേക്ക് കാണുകയും ചെയ്തു തമിഴ്നാട് ലോകം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.